നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CMRL എക്സാലോജിക് തട്ടിപ്പ് കേസിൽ വീണ വിജയന് ഒരിക്കലും രക്ഷപ്പെടാനാകാത്ത വിധം കുരുക്കുമുറുകുന്നു. അറസ്റ്റ് ഒഴിവാക്കാൻ വീണ വിജയൻ ഒളിവിൽ പോകുമോ എന്നതിൽ കേന്ദ്ര ഏജൻസികൾ ജാഗ്രത പുലർത്തുകയാണ്. വിദേശത്തേക്ക് പോകാനുള്ള നീക്കം തടയാൻ വിമാനത്താവളങ്ങളും നിരീക്ഷണമുണ്ടാകും. വീണ ഉൾപ്പെടുന്ന കേസിൽ അടിയന്തരമായി ഇടപെടാനുള്ള ഒരുക്കത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറാൻ ധാരണയായതും വീണയ്ക്ക് കുരുക്കായി മാറുന്നു. ഇനിയുള്ള ഏത് നിമിഷവും വീണ അകത്തു പോകുമെന്നാണ് നിരീക്ഷണം. അങ്ങനെയെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ സാഹചര്യമാണ് സംജാതമാവുക. CMRL ഇല്ലാത്ത സേവനത്തിന് പിണറായി വിജയന്റെ മകൾ വീണ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും ₹1,72,00,000 രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. ഇതിനൊപ്പം ലോൺ എന്ന നിലയിലും വീണ തായ്ക്കണ്ടിക്ക് പണം നൽകിയിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ വീണ വിജയൻ, എക്സാലോജിക് കമ്പനി, പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവരാണ് അന്വേഷണ പരിധിയിലുള്ളത്. ഇല്ലാത്ത സേവനത്തിന് പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നാണ് EDയുടെ കണക്കുകൂട്ടൽ. നിലവിലെ സാഹചര്യത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ വിജയനെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തും. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പ് അടിയന്തരമായി വേണമെന്ന് എറണാകുളം സെഷൻസ് കോടതിയിൽ ED അപേക്ഷ നൽകിയത് കോടതി അംഗീകരിച്ചതോടെ വീണയുടെ മേൽ പിടിമുറുകയാണ്. ED കേസെടുത്താൽ അറസ്റ്റ് ഒഴിവാക്കാനുള്ള നടപടിക്രമങ്ങൾ വീണ തുടങ്ങിയിട്ടുണ്ട്. അറസ്റ്റ് ഒഴിവാക്കാൻ വീണ ഒളിവിൽ പോകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അമേരിക്കയിലും ദുബായിലും പിണറായി കുടുംബത്തിന് വൻ ബിസിനസ് ബന്ധങ്ങളുണ്ടെന്ന ആരോപണം മുൻപ് തന്നെ ശക്തമാണ്. അതിനിടെ വീണ എവിടെയുണ്ടെന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ കേന്ദ്ര ഏജൻസികളും പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഒളിവിൽ പോയാലും കണ്ടെത്താനാണിത്. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ED സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ MJ സന്തോഷ് മുഖേനയാണ് കുറ്റപത്രത്തിനുള്ള അപേക്ഷ നൽകിയിരിക്കുന്നത്. മകൾ അറസ്റ്റിലായാൽ പിണറായി വിജയന് മുഖ്യമന്ത്രി കസേരയിൽ ഒരു നിമിഷം തുടരാനാവില്ലെന്നിരിക്കെ മുൻപ് ഒരിക്കലും ഉണ്ടാകാത്ത രാഷ്ട്രീയ സമ്മർദ്ദത്തിലേക്ക് നീങ്ങുകയാണ് CPIM. വീണ അറസ്റ്റിലായാൽ എങ്ങനെ പ്രതിരോധിക്കണമെന്നതിൽ പാർട്ടി ആലോചന തുടങ്ങിക്കഴിഞ്ഞു. കേസിൽ പിണറായിക്കും പാർട്ടിക്കും പങ്കില്ലെന്ന നിലപാട് ഉയർത്തി പിണറായിയെ രാജിയിൽ നിന്ന് രക്ഷിക്കാനുള്ള നീക്കത്തിലാണ് CPM. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇക്കാര്യത്തിൽ എന്ത് മറുപടി പറയുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കരിമണൽ കമ്പനിയിൽ നിന്ന് കോഴ കിട്ടിയെന്നത് സംബന്ധിച്ചാൽ തന്നെ തുക അമേരിക്കയിൽ വിനിയോഗിച്ചതിന്റെ വിശദീകരണം പാർട്ടി നൽകേണ്ടി വരും. SFIO കുറ്റപത്രത്തിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലും ഇതിനുശേഷം നടന്ന ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ തീർപ്പിലും ₹1 കോടി വീണയും കമ്പനിയും സേവനം നൽകാതെ കൈപ്പറ്റിയെന്നായിരുന്നു കണ്ടെത്തൽ. വീണയ്ക്കും കമ്പനിക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമെല്ലാം ഇത്തരത്തിൽ പണം നൽകിയതടക്കം സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRL 197 കോടിയുടെ വെട്ടിപ്പ് നടത്തിയെന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച തെളിവുകളും അന്വേഷണ ഏജൻസികളുടെ കൈവശമുണ്ട്. കരിമണൽ കമ്പനിക്ക് എന്ത് സേവനമാണ് വീണ വിജയനും അവരുടെ കമ്പനിയും ചെയ്തു കൊടുത്തത് എന്നതിൽ വ്യക്തമായ ഉത്തരം വീണയ്ക്കും പാർട്ടിക്കും പിണറായി വിജയനും നൽകാനാകുന്നില്ല. പണം പറ്റിയെങ്കിലും സേവനം കൊടുത്തെന്നും നികുതി അടച്ചാണ് പണം പറ്റിയതെന്നും ഒക്കെയുള്ള അഴകുഴമ്പൻ മറുപടിയാണ് പിണറായിയും ഗോവിന്ദനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. തട്ടിപ്പ് നടത്തിയെന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയ നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്, സസ്റ്റ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികളുടെയും ഡയറക്ടർമാർ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങളാണെന്ന് വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് കമ്പനി കാര്യം അന്വേഷിക്കുന്ന ഏറ്റവും വലിയ ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ഏറ്റെടുത്തത്. CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തുടങ്ങി 13 പേരെ പ്രതി ചേർത്താണ് SFIO കുറ്റപത്രം സമർപ്പിച്ചത്. ചെളിനീക്കവും അനുബന്ധ ഗതാഗത ചെലവുകളും എന്ന വ്യാജ കണക്കുണ്ടാക്കി ₹182 കോടി തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ ഉൾപ്പെടെയാണ് ശശിധരൻ കർത്തയെ പ്രതി ചേർത്തത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രത്തിന് നമ്പറിട്ട ശേഷം ഇതേ ഏജൻസിയുടെ അഭിപ്രായം ആരാഞ്ഞിട്ടാവും പകർപ്പ് EDക്ക് കൈമാറുക. രണ്ട് ഏജൻസികളും കേന്ദ്ര ഏജൻസികളായതിനാൽ EDക്ക് കുറ്റപത്രം നൽകുന്നതിന് SFIO എതിർക്കില്ലെന്ന് വ്യക്തമാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ നാണയവിനിമയ ചട്ടലംഘനം എന്നിവ SFIO കണ്ടെത്തിയാലും EDക്കാണ് ഇത്തരം കേസുകളുടെ പ്രോസിക്യൂഷൻ ചുമതല. കേസിൽ PMLA, FEMA കുറ്റങ്ങൾ ചുമത്തുന്ന സാഹചര്യമുണ്ടായാൽ CMRL കമ്പനി അടക്കം പ്രതിപട്ടികയിലുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകിട്ടുന്ന നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന. ഈ സാഹചര്യത്തിൽ വീണ വിജയന് 5 വർഷം മുതൽ 8 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും കിട്ടുമെന്ന് തീർച്ചയാണ്. സുപ്രീം കോടതിയിൽ 70 തവണ മാറ്റിവെച്ച ലാവ്ലിൻ കേസ് വലിച്ചിഴയ്ക്കുന്നത് പോലെ ഈ കേസിൽ തരികിട പരിപാടികളൊന്നും നടക്കില്ലെന്നും വീണ അകത്തു പോകുമെന്നും ഏറെക്കുറെ തീർച്ചയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. വീണ വിജയന്റെ സ്വത്ത് കണ്ടുകെട്ടാനും സാധ്യതയുണ്ട്. വീണയുടെ മാസപ്പടി കേസിൽ അറസ്റ്റുണ്ടായാൽ ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസും രാജിവെക്കേണ്ടി വരും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CMRL MD CN ശശിധരൻ കർത്തയ്ക്ക് ED വീണ്ടും നോട്ടീസ് അയച്ചു.
ഇന്നലെ രാത്രി സമൻസ് അയച്ച് ഇന്ന് രാവിലെ 10:30 ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു. CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തിയുടെ എൻഫോഴ്സ്മെന്റ് മുൻപാകെ ഹാജരാകാൻ പലതവണ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും അദ്ദേഹം തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്കും ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ 1,72,00,000 രൂപ CMRL നൽകിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്നാണ് ED പരിശോധിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വീണ വിജയനെ അടിയന്തരമായി ചോദ്യം ചെയ്യാനുള്ള നീക്കം പുരോഗമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.